ബൈബിളിൽ എന്തെങ്കിലും മാറ്റങ്ങളോ തിരിമറികളോ വരുത്തിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. നശിച്ചുപോകുന്ന വസ്തുക്കളിലാണ് ബൈബിൾ പകർത്തിയെഴുതിയത്. എങ്കിലും ബൈബിളിന്റെ പുരാതന കയ്യെഴുത്തു പ്രതികൾ ഒത്തുനോക്കിയാൽ അതിന് അടിസ്ഥാനപരമായി യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് മനസ്സിലാക്കാനാകും. അതിനർത്ഥം ബൈബിൾ പകർപ്പുകളിൽ ഒരു തെറ്റും വന്നിട്ടില്ലെന്നാണോ? പല നൂറ്റാണ്ടുകളിലായി പകർത്തിയ ആയിരക്കണക്കിന് പുരാതന ബൈബിൾ കയ്യെഴുത്തു പ്രതികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പലതിലും ഏതാനും വ്യത്യാസങ്ങൾ കാണാം. അത് സൂചിപ്പിക്കുന്നത് പകർപ്പെഴുത്തിൽ ചില തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ വ്യത്യാസങ്ങളിൽ ഭൂരിഭാഗവും വളരെ നിസ്സാരമാണ്. അത് മൂലപാഠത്തിന്റെ അർത്ഥം മാറ്റിയിട്ടുമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ കാണാം. അത് അനേക വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിന്റെ സന്ദേശത്തിൽ മാറ്റങ്ങൾ വരുത്താൻ മനഃപൂർവ്വം നടത്തിയ ശ്രമങ്ങളായിരുന്നു. രണ്ടുദാഹരണങ്ങൾ കാണാം. ചില പഴയ ബൈബിൾ പരിഭാഷകളിൽ 1 യോഹന്നാൻ 5:7 ഇങ്ങനെ കാണാം: സ്വർഗ്ഗത്തിലെ പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്നുപേരും ഒന്നാണ്. പക്ഷേ ആശ്രയയോഗ്യമായ ചില കയ്യെഴുത്തു പ്രതികൾ പരിശോധിച്ചാൽ ഈ വാക്കുകൾ മൂലപാഠത്തിലില്ല എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനാകും. ഇവ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അതുകൊണ്ട് ആശ്രയയോഗ്യമായ ആധുനിക ബൈബിൾ പരിഭാഷകൾ ഇവ ഒഴിവാക്കിയിരിക്കുന്നു. ബൈബിളിന്റെ പഴയ കയ്യെഴുത്തു പ്രതികളിൽ ആയിരക്കണക്കിന് പ്രാവശ്യം ദൈവത്തിന്റെ പേര് കാണാൻ കഴിയും. എന്നിട്ടും ധാരാളം ബൈബിൾ ഭാഷാന്തരങ്ങളിൽ ആ പേരിനു പകരം കർത്താവ് എന്നും ദൈവം എന്നും കൊടുത്തിരിക്കുന്നു. ഇനിയും പല തെറ്റുകൾ കണ്ടെത്തുകയില്ലെന്ന് എന്താണുറപ്പ്? ഇന്ന് ധാരാളം കയ്യെഴുത്തു പ്രതികൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ മുമ്പെന്നത്തെക്കാളും എളുപ്പത്തിൽ തെറ്റുകൾ കണ്ടുപിടിക്കാം. ഈ കയ്യെഴുത്തു പ്രതികൾ താരതമ്യം ചെയ്താൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈബിളിന്റെ കൃത്യതയെക്കുറിച്ച് എന്തു മനസ്സിലാക്കാം? പഴയ നിയമം എന്ന് പൊതുവെ അറിയപ്പെടുന്ന എബ്രായ തിരുവെഴുത്തുകളെക്കുറിച്ച് വില്യം എച്ച് ഗ്രീൻ എന്ന പണ്ഡിതൻ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: മറ്റൊരു പുരാതന കൃതിയും ഇത്ര കൃത്യതയോടെ കൈമാറിയിട്ടില്ലെന്ന് ധൈര്യമായി പറയാം. പുതിയ നിയമം അഥവാ ഗ്രീക്ക് തിരുവെഴുത്തുകളെക്കുറിച്ച് ബൈബിൾ പണ്ഡിതനായ എഫ് ബ്രൂസ് ഇങ്ങനെ എഴുതി: വിശ്വപ്രസിദ്ധരായ ഗ്രന്ഥകാരന്മാരുടെ എഴുത്തുകൾ ആധികാരികമാണ് എന്നതിനുള്ള തെളിവുകളേക്കാൾ അധികമാണ് പുതിയ നിയമം ആധികാരികമാണ് എന്നതിനുള്ള തെളിവുകൾ. അത് ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ച് ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. ബൈബിൾ കയ്യെഴുത്തു പ്രതികളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന പ്രമുഖനായ ഒരു വ്യക്തിയാണ് സർ ഫ്രെഡറിക് കെന്യൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിക്ക് ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് സാരാംശ കാര്യങ്ങൾക്ക് നഷ്ടം ഭവിക്കാതെ നൂറ്റാണ്ടുകളിലുടനീളം തലമുറകൾ കടന്നുവന്നിട്ടുള്ള ദൈവത്തിന്റെ സത്യവചനമാണ് തന്റെ കയ്യിലിരിക്കുന്നത് എന്ന് ഭയമോ സംശയമോ കൂടാതെ പറയാം.